സോ നീറ്റ് 2025 ടഫായതിൽ ഒരുപാട് കുട്ടികൾ വിഷമിച്ചിട്ടിരിക്കുകയാണ്. അത് സത്യമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ഇമോഷണൽ തോട്ടാണ്. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ടഫാകുന്ന ഒരിക്കലും ഒരു കുട്ടി വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ടഫാകുന്ന പോലെ ഇന്ത്യയിലെ ഓരോ കുട്ടിക്കും ടഫാണ്. അപ്പം മാർക്ക് ചിലപ്പോൾ നമ്മളുടെ കുറച്ച് കുറയായിരിക്കും 2024 കാണും, പക്ഷേ റാങ്കിൽ അൾട്ടിമേറ്റ്ലി ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിൻ്റെ ഒരു ട്രെൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 24 നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സിമ്പിളായിരുന്നു. ലൈക്ക് ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണമെന്ന് നിർബന്ധമില്ല ഒരു കുട്ടിക്ക് 2024 നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ. നമ്മൾ ബോർഡ് എക്സാമിന് പഠിച്ച കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്വാളിഫൈ ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു എൻട്രൻസ് നടത്തിയപ്പം നാച്ചുറലി നാഷണൽ ബോർഡിന് വന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഭയങ്കര ഹൈ സ്കോർ ചെയ്യാൻ തുടങ്ങി. അതായത് കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ 720 മാർക്ക് കിട്ടിയത് 68 പേർക്കാണ്. എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് റാങ്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 68 ടൈ ബ്രേക്കർ യൂസ് ചെയ്യണം. അപ്പം ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ദാറ്റ് അടുത്ത വർഷത്തെ ഈ വർഷം നീറ്റ് ടഫ് ആവുന്നുള്ളത്. കാരണം എന്താ, അവർക്ക് റാങ്ക് ലിസ്റ്റ് ഇടാനും സുഖമാണ്. ആൻഡ് കഴിഞ്ഞ വർഷത്തെ നീറ്റ് വന്നപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നു. അപ്പോൾ ഈ കോൺട്രവേഴ്സീസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഫിൽട്രേഷൻ, പഠിച്ച കുട്ടികളെ പ്രോപ്പർലി ഫിൽട്ടർ ചെയ്ത് ഗ്രഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറ്റവും നല്ലത് എക്സാം കുറച്ച് അതിൻ്റെ ഒരു ലെവൽ കൂട്ടുക എന്നുള്ളതിനാണ്. സോ നമുക്ക് ഇനിയുള്ള വർഷങ്ങളിലും എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് നീറ്റ് 2025 ഒരു ലെവലുള്ള പേപ്പർ തന്നെ ആയിരിക്കും ഇനിയുള്ള വർഷങ്ങളിലും വരാൻ പോകുന്ന സാധനം.